നമ്മൾ ബീറ്റ്സിലെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മളെ NCERT ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഇതിൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്കുകൾ വെച്ചിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് ടേംസുകൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യാന്ന് പറയും. ട്യൂണിംഗ് ഫോർക്കിനെ ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഫ്രീക്വൻസി കുറയും. അത് ശരിക്കും നമുക്ക് ഒരു ഇപ്പൊ സ്ട്രിങ്ങിന്റെ കേസിലൊക്കെ നമുക്ക് പറയാം, ശരിക്കും വേണമെങ്കിൽ √T/μ എന്നായിരുന്നു വെലോസിറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ആ T/μല് മ്യൂ എന്ന് പറഞ്ഞാൽ മാസ്സാണ്. അപ്പൊ ആ മാസ് കൂടിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. വെലോസിറ്റി ആണ് ന്യൂ ലാംഡയാണ്. അപ്പൊ ആ ഫ്രീക്വൻസി കുറയും. അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ലോഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും. അടുത്തത് ഫയൽ ചെയ്യുക, ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാ വാക്സ് ചെയ്യുക എന്നാണ്. വാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും, ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തതാണ് ഫയൽ ചെയ്യുക എന്ന് പറയും. ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ മാസ് കുറയും. മാസ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഫയൽ ചെയ്താന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യാം. അല്ലെങ്കിൽ √T/μ ഉണ്ടല്ലോ, ആ ടെൻഷൻ കൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അതേപോലെ ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ലോഡ് ചെയ്യുക, ഫയൽ ചെയ്യുക, അതിങ്ങനെ സാധാരണ വരുന്ന ഒരു സാധനമാണ്. ടെൻഷനും വരാം. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും, ടെൻഷൻ കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടും, ടെൻഷൻ കുറക്കുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ട്യൂണിംഗ് ഫോർക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകൾക്ക് അതിൽ വീണ്ടും ഇങ്ങനെ കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനൊരു ടേബിൾ വരക്കും. അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ മതി. അത് പഠിക്കാനും സുഖമാണ്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക്, ഇത് A എന്ന് പറയുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇവിടെ B എന്ന് പറയുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇതില് Aയുടെ ഫ്രീക്വൻസി നമുക്ക് അറിയാം, Bൻ്റെത് അറിയില്ല. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? രണ്ടും ഒപ്പം സൗണ്ട് ഉണ്ടാക്കി, രണ്ടും വൈബ്രേറ്റ് ചെയ്തപ്പോൾ രണ്ട് വേവുകൾ കൂടിച്ചേരാണ്. അപ്പോൾ നമുക്ക് അവിടെ മാക്സിമം മിനിമം സൗണ്ടുകൾ കേൾക്കാൻ കഴിയും. അവിടെ നമ്മൾ ബീറ്റ്സ് ഉണ്ടായി. അങ്ങനെ ബീറ്റ്സ് ഉണ്ടായത് X ബീറ്റ്സ് പെർ സെക്കൻഡ് ആണെന്ന് കരുതുക. X ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഉണ്ടായത്. അപ്പോൾ ഒരു 4 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് ഒരു NA എന്ന് കൊടുക്കാം. NA കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് A എന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ എന്നൊക്കെ കൊടുക്കാം. NA സിമ്പിൾ ആയിട്ട് പറയാനാണ്. NB ആണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇത് നമുക്ക് അറിയില്ല, NB അറിയില്ല. അങ്ങനെയാണെങ്കിൽ NB ആവാനുള്ള സാധ്യത ഒന്നുകിൽ NA പ്ലസ് X ആണ്. കാരണം ഇവരുടെ മൈനസ് ചെയ്താലാണ് X ബീറ്റ്സ് പെർ സെക്കൻഡ് ഉണ്ടാവുക. ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ കാണുന്നത് ന്യൂ1 മൈനസ് ന്യൂ2 ആണല്ലോ. അപ്പൊ അത് മൈനസ് ചെയ്താൽ X കിട്ടണം. അപ്പോൾ ഒന്നുകിൽ NB മൈനസ് NA X ആവും, അല്ലെങ്കിൽ NB ഈക്വൽ ടു NA മൈനസ് X ആവും. ഇതിൽ രണ്ടാലൊന്നാണ് ഉത്തരം. അത് വളരെ സിമ്പിളാണ്. പക്ഷെ അത് ഏതാന്ന് കണ്ടുപിടിക്കാനാണ് പ്രയാസം. അപ്പൊ നോക്കൂ, ഇത് NB മൈനസ് NA X ആവാം, അല്ലെങ്കിൽ NB മൈനസ് NA എന്നുള്ളത്, അല്ലെങ്കിൽ NA മൈനസ് NB എന്നുള്ളത് X ആവാം. ഇതാണ് ഇതിന്ന് കിട്ടുക. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങള് ഒരു കാര്യം ചെയ്യേണ്ടത് ഇതാണ്. നമ്മള് ഇപ്പോ ഒരാള് ഫ്രീക്വൻസി, നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി കാണുന്ന സമയത്ത് 5 ആണെന്ന് തന്നു. ഇപ്പോ 250 ആണ് ഒരു ഫ്രീക്വൻസി എങ്കിൽ ബീറ്റ്സ് 5 ആണെന്ന് പറഞ്ഞാൽ അടുത്ത ആളത് ഒന്നുകിൽ 255 ആവാം, അല്ലെങ്കിൽ 245 ആവാം. ഈ ഒരു മീനിങ് എപ്പോഴും ഓർത്തു വെക്കണം. 250 ആണ് ഒരാളുടെ ഫ്രീക്വൻസി, 5 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ 255 ആവാം, അല്ലെങ്കിൽ 245. ഇവിടെയാണ് പ്രശ്നം. ഇതിൽ ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുവരെ എത്താൻ വളരെ സിമ്പിളാണ്. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മൾക്ക്
ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിൽ ആരാ അറിയുന്നത്? എ ആണ് അറിയുന്നത്, ബി എന്ത് ചെയ്യില്ല, നമുക്കറിയില്ല. എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഇത് 250 ആണ്. നമുക്ക് അറിയുന്ന ഒന്ന് കിട്ടി. ഈ പറഞ്ഞ പോലെ എക്സ് 5 ആണെന്ന് തന്നു. അപ്പൊ ആദ്യം ഉണ്ടാക്കിയ ബീറ്റ്സ് എത്രയാണ്? 5 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഞാൻ ചെയ്യുന്ന രീതി നോക്കട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ ബി ആവാനുള്ള സാധ്യത ഒന്ന് 250 ആണ്, മറ്റൊന്നോ 255 ആണ്, മറ്റൊന്ന് വരുന്നത് 245 ആണ്. ഇനി നോക്കൂ, ഞാൻ ബി എ ഫയൽ ചെയ്തു. ആരെയാണ് ഫയൽ ചെയ്തതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിനെ ഫയൽ ചെയ്യാം, എനെ ഫയൽ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബി എ ഫയൽ ചെയ്തു. ബി ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കൂടണം. ഇനി ആ സമയത്ത് എക്സിന് എന്ത് സംഭവിച്ചു എന്നറിയണം. ആദ്യം ഉണ്ടായിരുന്ന ബീറ്റ്സ് 5 അല്ലേ, ആ ബീറ്റ്സ് കുറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ശരിക്കും. അപ്പൊ ആ ബീറ്റ്സ് എക്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ കുറയാം, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ 5 തന്നെ ആയി തുടരും, ചിലപ്പോൾ 0 ആവും. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. എക്സ് കുറയാം, കൂടാം, സെയിം ആയി നിലനിൽക്കാം, എക്സ് 0 ആവാം ബീറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചത്? ബീറ്റ്സ് കുറയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മളെ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാവുന്ന ഫ്രീക്വൻസി എത്രയാണ്? 250 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 255 ആണെങ്കിൽ 245 ആണെങ്കിലും ബി എ ഫയൽ ചെയ്ത് കാരണത്താൽ അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ 255 ആണെങ്കിൽ അത് കൂടും. നിങ്ങൾ 256, 257 അങ്ങനെ കൂട്ടി നോക്കൂ. അങ്ങനെ കൂടിയ ഈ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? ഗ്രേറ്റർ ദാൻ 5 ആണ് വരിക. അപ്പൊ ബീറ്റ്സ് കൂടി എന്നർത്ഥം. പക്ഷെ നമുക്ക് തന്നത് എന്താ? ബീറ്റ്സ് കുറഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഈ ബീറ്റ്സ് 245 ആണ് ബിയുടെ ഫ്രീക്വൻസി എന്ന് കരുതുക. നമ്മൾ 255 എടുത്തപ്പോഴാണ് നമുക്കിത് തെറ്റായി കിട്ടിയത്. 245 ആണെങ്കിൽ അതും എന്ത് ചെയ്യണം? കൂടണം. അത് കൂടിയാൽ 246, 247. അപ്പൊ ഇവരുടെ ഡിഫറൻസ് ലെസ് ദാൻ 5 ആയിരിക്കും. അപ്പൊ ആദ്യമുള്ള 5 കുറയുന്നു. അത് ഈ കണ്ടീഷൻ ആയിട്ടാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി എത്രയാണ്? 245 ആണ്. അപ്പൊ ഇതാണ് ഇത് ആലോചിക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ നോക്കിയാൽ നിങ്ങള്, ഞാനിപ്പോ എന്താ ചെയ്തത്? ബി എ ഫയൽ ചെയ്തു, അൺനോൺ ആയിട്ടുള്ള ബി എ ഫയൽ ചെയ്തു, ബീറ്റ്സ് കുറഞ്ഞു. നോക്കിക്കോളൂ കേട്ടോ, ഇതാണ് ട്രിക്ക്. ബി എ ഞാൻ ഫയൽ ചെയ്തു. ബി ഏതാ? അൺനോൺ ആണ്. ആ സമയത്ത് എക്സ് എന്ത് ചെയ്തു? ബി എ ഫയൽ ചെയ്താൽ എക്സ് എന്ന് പറയുന്ന ആള് വേണമെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പൊ നമുക്ക് ഏതാ കിട്ടിയത്? കുറയാണ് ചെയ്തത്. എക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൂടാം. എക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെയിം ആയിട്ട് നിലനിൽക്കാം, 5 ആയിട്ട് നിൽക്കാം. എക്സ് എന്താവാം? 0 ആവാം. ആ സമയത്ത് എൻ ബി കാണണമെങ്കിൽ നമുക്ക് 245 അല്ലേ കിട്ടിയത്? അപ്പൊ 250 എന്ന് പറഞ്ഞാൽ എൻ എ മൈനസ് എക്സ് ആണ് വരിക. അടുത്തതില് ഒക്കെ പ്ലസ് ആയിരിക്കും. എൻ എ പ്ലസ് എക്സ്. എൻ ബി എന്ന് പറയുന്ന അടുത്തത് എൻ എ പ്ലസ് എക്സ് ആയിരിക്കും. അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ് ആണ് വരിക. അപ്പൊ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കിട്ടിയ ബാക്കിയൊക്കെ കിട്ടും. ബാക്കി ഇതൊക്കെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് പറയാൻ പോണ ട്രിക്ക്. അത് നമുക്ക് ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം. വേറെ ഒരു വാല്യൂ എടുത്തിട്ട് ഇതേ സംഗതികൾ തന്നെ. എന്നിട്ട് ഈ ടേബിൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോ ഞാൻ ഇതേ സാധനം തന്നെ ബീനെ ഞാൻ ഫയൽ ചെയ്ത്
ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ എക്സ് നേരത്തെ നമ്മൾ കുറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, ഞാനിപ്പോൾ കൂടി എന്ന് എടുത്താൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എൻ ബി ആരൊക്കെ ആവാം? എക്സ് ആദ്യം 5 ആണ്, ആ 5 ഉള്ളതാണ് കൂടിയത്. അപ്പോൾ 5 ആയ സമയത്ത് നോക്കുമ്പോൾ എൻ ബി എന്ന ആള് 255 ആവാം, അല്ലെങ്കിലോ 245 ആവാം. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്. നോൺ നമുക്ക് അറിയാവുന്നത് 250 ആണ്. ഞാൻ കരുതുന്നു 255 ആണ് ഇതിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി എങ്കിൽ ഫയൽ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി കൂടും. ആ ഫ്രീക്വൻസി കൂടിയാൽ 256, 257 ആ മോഡലിലാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ബീറ്റ്സ് കൂടി, ഈ കണ്ടീഷനായിട്ട് കറക്റ്റാണ്. ഇനി ഇത് നോക്കിയാ, ഈ സാധനം നമ്മൾ ഫ്രീക്വൻസി കൂട്ടി, അത് കൂട്ടിയാൽ ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പൊ 246, 247 ആ മോഡലാവുമ്പോൾ ഇത് ലെസ് ദാൻ 5 ആണ്. അപ്പോ എന്ത് സംഭവിക്കും? ബീറ്റ്സ് കൂടാ വേണ്ടത്, അത് ഇതിലാ കിട്ടുന്നത്. അപ്പൊ ബീന്റെ ഫ്രീക്വൻസി ആരാ? 255 ആണ്. വേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ നമുക്ക് കിട്ടിയത് എൻ ബി ആണ്, എൻ എ മൈനസ് എക്സ് ആണ്, പിന്നെ കിട്ടിയത് എൻ എ പ്ലസ് എക്സ് ആണ്. ഇനി നമ്മൾക്ക് നോക്കാം, ഈ ബീറ്റ്സ് സെയിം ആയിട്ട് നിന്നു എന്ന് കരുതുക. ബീറ്റ്സ് സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നോക്കൂ, സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ, നമ്മൾ ആ ടേബിൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ 255 നോക്കൂ, ഇതേ കണ്ടീഷൻ തന്നെ, ഫ്രീക്വൻസികൾ കൂടുക, ഫയൽ ചെയ്തപ്പോൾ ഫ്രീക്വൻസി കൂടി. ഇത് കൂടിയിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ആണ് കിട്ടുക. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇവിടുത്തെ ബീറ്റ്സ് നമുക്ക് സെയിം ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ ഫ്രീക്വൻസി എന്ത് ചെയ്തു? കൂടി. ഇത് കൂടി കൂടി സെയിം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. എപ്പോഴും അറിയോ? ഇത് കൂടി കൂടിയിട്ട് 255 ആവാം. 255 ആയാൽ ഇവര് തമ്മിൽ 5 ബീറ്റ്സ് കിട്ടും. ഇത് കൂടിയിട്ട് 255 കൂടി പോയാൽ 5 ഒരിക്കലും കിട്ടൂല. ഇനി 245 കൂടി കൂടി 255 ആയാൽ 5 കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ടേബിളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ ഇതാണ്. ആ ഒരു സൈനുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഒന്ന് എൻ ബി ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഏതാ? എൻ എ മൈനസ് എക്സ് ആണ്. ഈ സമയത്ത് എക്സ് എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ് എന്നാ കിട്ടിയത്. അപ്പോ എക്സ് എന്ത് ചെയ്തു? കൂടി എന്നാ പറഞ്ഞത്. അടുത്തത് എൻ ബി ഈക്വൽ ടു എനിക്ക് വീണ്ടും വന്നത് എൻ എ മൈനസ് എക്സ് ആണ്. അത് എക്സ് സെയിം ആയപ്പോഴാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട് അല്ലേ? ഫ്രീക്വൻസി എന്തായി? സെയിം അല്ല, ബീറ്റ്സ് ഫ്രീക്വൻസി 0 ആയി. ഇത് ഫയൽ ചെയ്ത് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഫ്രീക്വൻസി 2 ആയാലും കൂടണം. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ 255 എന്നുള്ളത് കൂടിക്കഴിഞ്ഞാൽ ബീറ്റ്സ് 5നേക്കാൾ മുകളിൽ പോകും. 245 കൂടി കൂടി എപ്പോഴെങ്കിലും 0 ആവുമോ? ആവും. 250 ആയാൽ മതി. അപ്പൊ 250 ആവുമ്പോൾ 0 ആവും. അപ്പൊ 245 ആണ് യഥാർത്ഥ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ് എന്ന് കൊടുക്കാം. എന്താവുമ്പോൾ? 0 ആവുമ്പോൾ. ഇനി ഞാൻ ഈ ടേബിളാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ബീനെ ഫയൽ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കും, ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടേബിളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ എ എന്ന് പറയുന്ന ആളാണ് നമുക്ക് അറിയാവുന്ന ഫ്രീക്വൻസി. എൻ ബി ആണ് അറിയാത്തത്, അൺനോൺ ആയിട്ട് വരുന്നത്.
എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ബി എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. ബി ഫയൽ ചെയ്തപ്പോൾ നമുക്ക് പല സാധ്യതകളാണ് വന്നത്. എക്സ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വാല്യൂ നമ്മൾ കുറയുക എന്നായിരുന്നു അല്ലേ? ആദ്യം നമുക്ക് കൂടിയതൊന്ന് പറഞ്ഞു നോക്കാം. കൂടിയത് എന്തായിരുന്നു? എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് കിട്ടിയത് എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ് ആണ്. എൻ എ പ്ലസ് എക്സ് ആണ് വന്നത്. ഇനി അടുത്തൊക്കെ സെയിം ആയിരിക്കും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് കുറഞ്ഞു എന്ന് വന്നാൽ എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ് ആണ് വന്നത്. എക്സ് സെയിം ആയി എന്ന് പറഞ്ഞാൽ എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ് തന്നെയാണ് വരിക. അടുത്തത് എക്സ് 0 ആയി എന്ന് പറഞ്ഞാൽ എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്. അതൊക്കെ ഇതൊക്കെ ഒരേപോലെയാണ്. അപ്പൊ ഏതിലെ മാറ്റം വന്ന്? എക്സ് കൂടുമ്പോൾ. എക്സ് കൂടുന്നോടത്താണ് നമ്മൾക്ക് ഒരു വിഷയം വന്നത് അല്ലേ? അപ്പൊ ഇനി ഞാൻ ആ ടേബിളുകൾ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയണം എ ഫയൽ ചെയ്താൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയണം എ ഫയൽ ചെയ്താൽ. അപ്പോൾ എ ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, ഇവിടെ എൻ എ പ്ലസ് എക്സ്, എൻ എ പ്ലസ് എക്സ്, എൻ എ പ്ലസ് എക്സ്, ഇതായിരിക്കും നമുക്ക് ആൻസറുകൾ വരിക. അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ ടേബിളുകളും പറയാൻ പോവുകയാണ്. ബി ഫയൽ ചെയ്യും, അതേപോലെ എ ഫയൽ ചെയ്യും, അതേപോലെ ബി ലോഡ് ചെയ്യും, ബി എ ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ബി നമ്മൾ എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. അടുത്തത് നമുക്ക് പറയാനുള്ളത് എ ഫയൽ ചെയ്തു, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അടുത്തത് നമുക്ക് പറയാനുള്ളത് ബി എന്ത് ചെയ്തു? ലോഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, കാരണം ഫയലിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലോഡ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അടുത്തത് നമുക്ക് പറയാനുള്ളത് എ എന്ത് ചെയ്തു? ലോഡ് ചെയ്തു. നമുക്ക് ആകെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഒന്ന് കിട്ടിയാൽ എല്ലാം കിട്ടും. അപ്പോൾ ബി ഫയൽ ചെയ്തു എന്നുള്ളത്, അൺനോൺ ഫയൽ ചെയ്തു എന്നുള്ള സംഗതി പഠിച്ചു വെക്കുക. നമ്മളിതൊന്നും കൂടെ എഴുതാണ്. എക്സ് എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പറഞ്ഞത് കൂടി എന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോൾ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ് എന്നാണ് വന്നത്. എക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് സെയിം ആയാൽ, എക്സ് 0 ആയാൽ, അപ്പോൾ ഇതൊക്കെ മൈനസ് ആണ്. എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്. ഇനി എ ഫയൽ ചെയ്തു. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എക്സ് കൂടിയാൽ അപ്പോൾ നമുക്ക് എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് ബി ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതേപോലെയാണ് അവിടെ വരിക. എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എൻ ബി ഈക്വൽ ടു അടുത്തത് എൻ എ മൈനസ് എക്സ്, അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ, ഇവിടെ പ്ലസ് ആണ് അല്ലേ, എൻ എ പ്ലസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. ഇനി ബി ലോഡ് ചെയ്തപ്പോൾ ഇതാണെങ്കിൽ എ ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്, എൻ ബി ഈക്വൽ ടു എൻ എ, ഇവിടെ മൈനസ് ആണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ പ്ലസ്, ഇവിടെ മൈനസ് എക്സ്. അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്, അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ മൈനസ് എക്സ്. ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ഈ ടേബിളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ആ ഓർത്ത് വെക്കുമ്പോൾ ഈ ഒരു ടേബിളാണ് ഓർമ്മ വേണ്ടത്. നമുക്ക് ഇതിനൊരു ട്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ബി ഫയൽ ചെയ്യുമ്പോൾ ഇതാണ് ടേബിൾ നിങ്ങൾ എഴുതി പോകേണ്ടത്. ഇനി നമുക്ക് നോക്കാം. അൺനോൺ ആയിട്ടുള്ള ആളെ ഫയൽ ചെയ്യുമ്പോൾ എക്സ് കൂടുകയാണെങ്കിൽ, ഇതല്ലേ വന്നത്, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യാണ്, ഐ ആണ് കേട്ടോ. ഇതില്
ഇങ്ങനെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വന്നത്, എൻ ബി ഈക്വൽ ടു എന്നെ, നമുക്ക് ആദ്യം വന്നിരുന്നത് എന്നെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലേ എന്നെ പ്ലസ് എക്സ് ആണ് വന്നിരുന്നത്. ഇത് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഫിക്സ് എന്ന് ഓർത്ത് വെക്കാം. യു ഫിക്സ് എന്ന് പറയുമ്പോൾ അൺനോണിനെ ഫയൽ ചെയ്ത് അപ്പൊ എക്സ് ഇൻക്രീസ് ചെയ്താൽ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വന്നാലൊക്കെ എക്സ് കുറയുക, എക്സ് സെയിം ആവുക, എക്സ് 0 ആവുക. ഈ കേസ് വന്നാലൊക്കെ എൻ എ മൈനസ് എക്സ് ആണ് വരിക. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. യു ഫിക്സ് എന്ന് ആലോചിക്കുക. അൺനോൺ ആണെങ്കിൽ ഫയൽ ചെയ്താൽ എക്സ് ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. എന്നിട്ട് ബാക്കിയൊക്കെ മാറ്റാനുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. യു ഫിക്സ് കേട്ടോ. ഇനി നമ്മൾ ബീറ്റ്സിലെ മറ്റൊരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. y1 ഈക്വൽ ടു a sin 1000 pi t, y2 ഈക്വൽ ടു a sin 1004 pi t. നോക്കൂ, ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് ചോദിക്കും. നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഈ 1000 1004 അതാ, അതിന്റെ ഡിഫറൻസ് എത്രയാ? അതിന്റെ ഡിഫറൻസ് വരുന്നത് 4 ആണ്. അതിന്റെ പകുതി എടുക്കുക, 4/2. അതായിരിക്കും ബീറ്റ് ഫ്രീക്വൻസി, 2 beats per second. ഞാൻ അടുത്ത എക്സാമ്പിൾ എഴുതാം. എങ്ങനെ വന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. y1 ഈക്വൽ ടു a sin 600 pi t, y2 ഈക്വൽ ടു a sin 610 pi t. ഈ 600ഉം 610ന്റെയും ഡിഫറൻസ് എടുത്താൽ എത്രയാണ്? 10 വരും. 10ന്റെ പകുതി എത്രയാണ്? 5. അടുത്തത് 700ഉം 705 ആണ്. അപ്പോൾ 705 ആണെങ്കിൽ ഡിഫറൻസ് 5 ആണ്. 5/2 എത്രയാണ്? 2.5. അതായിരിക്കും ബീറ്റ് ഫ്രീക്വൻസി വരിക. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇത് ω1 ആണ്. അപ്പോൾ ആ ഒമേഗ എന്ന് പറയുന്നത് 2π/ν1 ഈക്വൽ ടു നമുക്ക് 600 π എന്ന് കൊടുക്കാം. പൈ കട്ട് ചെയ്ത് പോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ν1 ഈക്വൽ ടു 300 എന്ന് കിട്ടും. അതേപോലെ 2π/ν2 ഈക്വൽ ടു 610 π ആണ്. പൈ പോയി നമ്മൾ ഡിഫറൻസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 305 കിട്ടും. ഇതിന്റെ ഡിഫറൻസ് ആണല്ലോ ബീറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ν1 മൈനസ് ν2, അപ്പോൾ 305 മൈനസ് 300 5 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ വരുന്ന ആളുടെ ഡിഫറൻസ് കണ്ടിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ്സ് കിട്ടും. ഇതാണ് ഒരു ചോദ്യം വരുന്നത്. ഇനി നിങ്ങൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. സോണോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരും. സോണോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി നമുക്കറിയാലോ, c/2l ആണ്. ഫണ്ടമെന്റൽ എടുത്താൽ മതി. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ലെങ്ത്തിന് എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. 1/l പ്രൊപ്പോർഷണാലിറ്റി. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ലെങ്ത്തുകൾ തരും. അപ്പൊ ആ ലെങ്ത്തുകൾ തരുമ്പോൾ 2 ലെങ്ത്തുകൾ തന്നാൽ ν1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L1 എന്നും ν2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2 എന്നും പറയാം. ν1/ν2 എത്രയാ? L1/L2 എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയ നോക്കിയാൽ ν1/ν2 ഈക്വൽ ടു L1/L2 ആണ്. ഇനി ഇതിന് ഞാൻ -1 രണ്ട് ഭാഗത്തും കൊടുത്താൽ ν1 മൈനസ് ν2/ν2 ഈക്വൽ ടു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 എന്ന് വരും. ഇത് ബീറ്റ്സ് ആണ്. അപ്പൊ ആ ബീറ്റ്സിനുള്ള എന്തെങ്കിലും അവിടെ തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ സോണോമീറ്റർ എന്ന് കേട്ടാൽ ഉടനെ വരേണ്ട കാര്യം അതാണ്. അപ്പോൾ നമ്മള് ഇവിടെ ചെറിയൊരു തെറ്റുണ്ട് അല്ലേ? 1/L1 ആണ്.
1/L2. അപ്പോൾ ഇവിടെ L2/L1 ആണ്. ഇവിടെ L2 മൈനസ് L1/L1 എന്ന് വരും. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. സോണോമീറ്ററിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലെങ്ത്തിന് എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റി? ഇൻവേഴ്സ്ലി ആണ്. അതുകൊണ്ട് 𝜇1/𝜇2 ഈക്വൽ ടു L2 ആരാണ്? L1 ആണ്. -1 കൊടുത്താൽ പെട്ടെന്ന് എഴുതാൻ കഴിയും. രണ്ടിടത്തും -1 കൊടുത്തു നോക്കിയാൽ 𝜇1 മൈനസ് 𝜇2 ഡിവൈഡഡ് ബൈ 𝜇2 ഈക്വൽ ടു, ഇത് തിരിഞ്ഞാൽ വരും അല്ലേ, L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 എന്ന് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾക്ക് ഒരു 95 സെന്റിമീറ്റർ ഉണ്ട് ഒരു ലെങ്ത്, അടുത്തത് 100 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 95ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഒരു 250 ആണെന്ന് കരുതുക. അങ്ങനെ 250 ആണെങ്കിൽ 100ന് നമുക്ക് എത്രയാണ് എന്നറിയില്ല. അപ്പൊ നോക്കിയാ നമ്മളിവിടെ ഏറ്റവും വലുതേതാ? 100 ആണ്. അപ്പൊ ഞാൻ എഴുതും 100ന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയുക ചെയ്യുക. അപ്പൊ ലെങ്ത് കുറഞ്ഞതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. ഇനി ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഴുതിയാൽ ആദ്യം തന്നെ നിങ്ങൾ ലെങ്ത് ആയിരിക്കും തരിക, വലുത് ബൈ ചെറുത് എഴുതുക, 100/95. ഇനി 95ൻ്റെതാണ് മുകളിൽ വരിക. അപ്പൊ 250 ഡിവൈഡഡ് ബൈ ഇവിടെ ന്യൂട്ടൺ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇവിടുന്ന് ന്യൂട്ടൺ ഒക്കെ കണ്ടുപിടിക്കാം. ഇതെങ്ങനെ നമ്മൾ എഴുതുക? 250 മൈനസ് ന്യൂട്ടു ഡിവൈഡഡ് ബൈ ന്യൂട്ടു ഈക്വൽ ടു 100 മൈനസ് 95 എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 100. താഴെ വരുന്നത് 95 ആണ് അല്ലേ? ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ബീഡ്സ് ന്യൂ1 ഇത് മൈനസ് ഇത് ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്ടൺ എത്രയാണെന്ന് കിട്ടും അല്ലേ? അത് 245 ആയിരിക്കും. അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് അവിടുന്ന് ന്യൂട്ടൺ കിട്ടുന്നതാണ്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ നോക്കാം. 𝜇1/ന്യൂട്ടൺ ആര്, 𝜇1 മൈനസ് 𝜇2/ന്യൂട്ടൺ ആര് എന്നുള്ളത് ആണ് ഓർത്ത് വെക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സോണോമീറ്റർ വയർ ഉണ്ട്, ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്കും ഉണ്ട്. ഇവർ തമ്മില് ബീറ്റ്സ് ഉണ്ടാക്കിയത് 4 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. സോണോമീറ്ററും ട്യൂണിംഗ് ഫോർക്കും കൂടെ ഉണ്ടാക്കിയത് എത്രയാണ്? 4 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഇതേ 4 തന്നെയാണ് 95 സെന്റിമീറ്റർ ആക്കിയപ്പോഴും 100 സെന്റിമീറ്റർ ആക്കിയപ്പോഴും. അപ്പൊ ഈ രണ്ടെണ്ണത്തില് ഈ ലെങ്ത്തുകൾ മാറ്റുന്ന സമയത്ത് ആ ഫ്രീക്വൻസികൾ മാറും. അപ്പൊ ആ ഫ്രീക്വൻസികൾ മാറുമ്പോൾ രണ്ട് സമയത്തും എത്ര ബീറ്റ്സ് തന്നെയാണ്? 4 ബീറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ എന്നെടുത്തു. അപ്പൊ നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് 95 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടും, ന്യൂ1 കൂടുതലാണ്. അടുത്ത 100ന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ2 എങ്കിൽ ബീറ്റ്സ് 4 ആണ്. ന്യൂ1 ന്യൂ2 ന്യൂ ആരാ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നത് നോക്കൂട്ടോ. ഇത് ലെങ്ത് ആരാ കുറവ്? 95 ആണ്. അപ്പോൾ ന്യൂ1 കൂടും. ന്യൂ1 കൂടുതലാണ്, ന്യൂ2 കുറവാണ്. അപ്പൊ ന്യൂ1 കൂടുതലാണെങ്കിൽ ന്യൂ1 മൈനസ് ന്യൂ ഈക്വൽ ടു ആരായിരിക്കും? 4 ആണ്. ന്യൂ1 മൈനസ് ന്യൂ ഈക്വൽ ടു വരുന്നത് ആരാണ്? 4 ആണ് വരുന്നത്. അടുത്തത് ന്യൂ2 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ന്യൂ കൂടിയാൽ മതി. ന്യൂ മൈനസ് ന്യൂ2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. കാരണം ഈ ന്യൂ2 മാറുന്നുണ്ട്, ന്യൂ1 ഉള്ള ന്യൂ2 ആവുന്നുണ്ട്, എന്നിട്ടും 4 തന്നെയാണെങ്കിൽ അങ്ങനെ എഴുതുക. അപ്പൊ ആ എഴുതുന്ന രീതി അങ്ങോട്ട് മനസ്സിൽ വേണം. ന്യൂ1 മൈനസ് ന്യൂ ഈക്വൽ ടു 4, ന്യൂ മൈനസ് ന്യൂ2 ഈക്വൽ ടു 4. അതിനേക്കാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിച്ചു വെക്കാം. ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ
ഇത് ആഡ് ചെയ്താൽ വരുന്നത് ν1 മൈനസ് ν2 ഈക്വൽ ടു 8 ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ν1 മൈനസ് ν2 എന്ത് കിട്ടി? 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നത്തെ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. ν1 മൈനസ് ν2 ഡിവൈഡഡ് ബൈ ν1 കൊടുക്കുകയാണ്. ν1 മൈനസ് ν2 ഡിവൈഡഡ് ബൈ ν1 ഇത് നമ്മൾ എഴുതിയിരുന്നില്ലേ? ν1 ബൈ ν2 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ν2 കൊടുക്കാം. ν1 ബൈ ν2 ഈക്വൽ ടു L2 ബൈ L1. അപ്പോൾ നമുക്ക് ν1 മൈനസ് ν2 ബൈ ν2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെയും ν2 എന്ന് കൊടുക്കണം. ഈക്വൽ ടു ലെങ്ത്തിലുള്ളത് പറയും. ലെങ്ത്തിലുള്ളത് ν1 ബൈ ν2 അപ്പോൾ L2 ബൈ L1. L2 മൈനസ് L1 ബൈ L1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ L2 എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത് ആവണം. 100 മൈനസ് 95 എത്രയാ? 5 ആണ് വരിക. അപ്പോൾ 8 ബൈ ν2 ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ L1 എന്ന് പറഞ്ഞാൽ ചെറുതാണ്. എത്രയാ? 95 ആണ്. ഇത് നമുക്ക് ആരെ സോൾവ് ചെയ്യാം? ν2നെ കിട്ടും. ν2 ചെയ്യുന്ന നേരത്തെ നമുക്ക് വേണമെങ്കിൽ 5 കട്ട് ചെയ്യാം അല്ലേ? 5 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരിക എത്രയാ? ഇവിടെ 5 പോയി 1, പിന്നെ നമുക്ക് 45 ഉണ്ട്. അപ്പോൾ 19 വരും. 1/90 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ 19 വെയിറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ν2 കിട്ടും. ν2 ഈക്വൽ ടു 8 × 19 ആണ്. അപ്പോൾ നമുക്ക് 152 എന്ന് വരും അല്ലേ? 152 ആണ് ν2. ഇനി നമ്മൾക്ക് ആൻസർ കിട്ടും. ഇത് 152 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 152 ഇവിടെ വന്നാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ 152 പ്ലസ് 4 എത്രയാ? 156 ആണ് വരിക. ആരത്? ന്യൂ കിട്ടും. ട്യൂണിംഗ് ഫോർക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ആ സ്റ്റെപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ പറയാം. ഇതാണ് സോണോമീറ്ററിൽ ഇത് ഒരുപാടധികം ചോദിച്ചിട്ടുള്ളതാണ്. ഏതെന്നറിയോ? ഈ 4 ബീറ്റ്സ് പെർ സെക്കൻഡ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നോക്കിയാൽ ഒന്ന് ν1 മൈനസ് ന്യൂ ഈക്വൽ ടു എക്സ് ആണെന്ന് തന്നു. അടുത്തത് ന്യൂ മൈനസ് ν2 ഈക്വൽ ടു എത്ര തന്നെയാണ്? എക്സ് ആണെന്ന് തന്നു. ഇനി എക്സ് അല്ലെങ്കിൽ മറ്റൊരു വാല്യൂ 2x എത്ര ആയിക്കോട്ടെ അതിനുള്ള അനുസരിച്ച് തന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ആഡ് ചെയ്യലാണ്. ν1 മൈനസ് ν2 ഈക്വൽ ടു നമുക്ക് ഈ ഒരു കേസിൽ 2x എന്ന് കൊടുക്കാം. അപ്പോൾ ആ 2x എന്നുള്ള അല്ലാത്തതിന് പറഞ്ഞാൽ ചിലപ്പോൾ x1 x2 ആയിരിക്കും. അപ്പോൾ x1 പ്ലസ് x2 കൊടുക്കുക. അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇനി ഞാൻ താഴെ ഇവിടെ എന്ത് കൊടുത്തു? ν2. ഇവിടെ താഴെ ν2 ഈക്വൽ ടു ലെങ്ത്തിന്റെ പറയും. നമുക്ക് ലെങ്ത് വരുന്നത് ν1 മൈനസ് ν2 അപ്പോൾ L2 മൈനസ് L1 ബൈ L1 എന്നാണ് വരിക. അതിൽ വലുത് മൈനസ് ചെറുത് ഡിവൈഡഡ് ബൈ ചെറുതാണ് വരിക. ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ν2 കിട്ടും. അത് കിട്ടിയാൽ ന്യൂ കിട്ടും, ν1 കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് സോണോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നോക്കാം. സോണോമീറ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാവുന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 2 വേവ് ലെങ്ത്തുകൾ തരും. λ1 തരും, അതേപോലെ λ2 തരും. 2 വേവ് ലെങ്ത്തുകളായിട്ട് തരും. അപ്പോൾ എന്താണ് ബീറ്റ് ഫ്രീക്വൻസി എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം C ഈക്വൽ ടു ആരാ? ന്യൂലാംഡയാണ്. ν1 ഈക്വൽ ടു C ബൈ λ1 എന്ന് കൊടുക്കാം. ν2 ഈക്വൽ ടു C ബൈ λ2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ν1 മൈനസ് ν2 ഈക്വൽ ടു C ഇൻറ്റു 1 ബൈ λ1 മൈനസ് 1 ബൈ λ2. ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. സി തന്നിട്ടുണ്ടാവും. λ1 λ2 തന്നാൽ ഡയറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഇനി നിങ്ങൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് വേണം. അത് ആ ഡിഫറൻസ് 10 താഴെ ആവണം. 10 മുകളിലാണെങ്കിൽ ബീറ്റ്സ് കേൾക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബീറ്റ്സ് 10 അല്ലെങ്കിൽ 10 താഴെ ആവണം. ഇപ്പോൾ 12 ബീറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ സമയത്ത് നമുക്ക് ബീറ്റ്സ് കേൾക്കാൻ കഴിയില്ല. നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. 1/10 സെക്കൻഡ് ആണ് ഒരു സൗണ്ട് നമ്മളെ
ഒരു സൗണ്ട് കേട്ടതിന് ശേഷം 1/10 സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്ത സൗണ്ട് വരാൻ പാടുള്ളൂ, എന്നാലേ അത് കേൾക്കുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ 10. അതാണ് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസിയുടെ ലിമിറ്റ്. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 2 ബീറ്റ്സ് കേൾക്കും, 3 കേൾക്കും, 10 കേൾക്കും, 11 കേൾക്കില്ല. അപ്പോൾ നമുക്ക് ആ സൗണ്ടുകൾ കൂടി ചേർന്ന പോലെയാണ് തോന്നുന്നത്, ഒറ്റ സൗണ്ടായിട്ടേ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ.